അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മളുടെ നഫ്സിനേക്കാൾ മറ്റ് ഏതൊരു വ്യക്തിയെക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്നത് വരെ, സ്നേഹിക്കുന്നത് വരെ നമ്മളൊരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസിയാകുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് ആ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല ധാരാളമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ഇന്ന അല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ നമ്മൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലണം. മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അയാൾക്ക് 10 മടങ്ങ് അനുഗ്രഹങ്ങൾ വർഷിച്ചു നൽകും. മാത്രമല്ല ഓരോ ബാങ്ക് വിളി കേൾക്കുമ്പോഴും ആ ബാങ്ക് വിളിക്ക് ശേഷം നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണേ. അപ്രകാരം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ഹല്ലത്ത് ലഹു ഷഫാഅത്തി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്ത് അന്ത്യദിനത്തിൽ അയാൾക്ക് ലഭിക്കും. ഇതൊക്കെ നമുക്കറിയുന്നവരാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നഫ്സിനേക്കാൾ സ്നേഹിക്കാത്ത ആരും വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഒരാൾ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ, വിശ്വാസിയാകണമെങ്കിൽ അങ്ങനെ സ്നേഹിക്കണം എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെയാണ് ഈ നബിദിനം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്നത്. അതിനെ ഒരു വിഭാഗീയതയായോ അല്ലെങ്കിൽ ഒരു തർക്കമായിട്ടോ എടുക്കണ്ട. അല്ലാത്ത നിലക്ക് നമുക്കൊരു ഇൽമിയായി ശർഈയായ നിലക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കാരണം അത് ആഘോഷിക്കുന്ന ആൾക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടത്തിൻ്റെ പുറത്താണ് ആഘോഷിക്കുന്നത്. ആഘോഷിക്കാതിരിക്കുന്ന ആൾക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും പുറത്താണ് ആഘോഷിക്കാതിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ഹക്ക് മനസ്സിലാക്കിയിട്ട് ആ ഹക്ക് എവിടെയാണോ അത് നമ്മൾ പിൻപറ്റുക എന്നുള്ളതാണ് പരലോക ജീവിതത്തിന് നമുക്ക് വിജയകരമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെയും ജന്മദിനത്തെയോ മരണദിനത്തെയോ ആഘോഷിക്കുന്നത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഏതെങ്കിലും കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ജന്മദിനമോ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ചില ആചാരങ്ങളിലും വിശ്വാസങ്ങളിലൊക്കെ ഉള്ളതുപോലെ മരണപ്പെട്ട ദിനം ആഘോഷിക്കുന്നവരുണ്ട്. അതുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യം നമുക്ക് ദീനിൽ ചെയ്യാൻ പറ്റുമോ? അത് അനുവദനീയമല്ല എന്നുള്ളതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയില്ലാത്തൊരു കാര്യം ദീനിൽ കടത്തി കൂട്ടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 എന്തുകൊണ്ട് നമുക്ക് നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷം 23 വർഷക്കാലം ജീവിച്ചു. ഒരൊറ്റ നബിദിനവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലിദും ആഘോഷിച്ചില്ല. ഇതിൽ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല, ആഘോഷിച്ചിട്ടില്ല. അതിനുശേഷം ഖുലഫാ ഉർ റാഷിദീങ്ങൾ ആഘോഷിച്ചിട്ടില്ല. വേണ്ട അവസാനത്തെ സ്വഹാബിയും വഫാത്താകുന്നത് വരേക്കും ആഘോഷമില്ല. അതുപോലെ തന്നെ താബിഈങ്ങളും ആഘോഷിച്ചിട്ടില്ല. ഖുറൂനുൽ മുഫദ്ദലയിൽപ്പെട്ട ആരും ആഘോഷിച്ചിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മളെക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനെ എത്രയോ 10 മടങ്ങ് സ്വന്തം ജീവൻ നൽകി സംരക്ഷിച്ച സ്വഹാബാക്കൾ ആഘോഷിക്കാതെ പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്, അതിലൊന്നും ആർക്കും തർക്കമില്ല. ഇനിയുള്ള വിഷയം, വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും അങ്ങനെ ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ എവിടെയും അങ്ങനെ ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ചില സഹോദരങ്ങളൊക്കെ അല്ല ഇന്ന ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് പറയും. നമ്മൾ അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് നമ്മൾ പറയല്ല വേണ്ടത്. സച്ചരിതരായ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ കാലത്ത് ജീവിച്ചവരായ സ്വഹാബാക്കളോ അള്ളാഹുവിൻ്റെ റസൂലോ സ്വഹാബാക്കളോ ആരെങ്കിലും ആ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പൊ അവർക്ക് ദീനിൽ മനസ്സിലാകാത്തൊരു കാര്യം പിൻകാലത്ത് വന്ന് നമുക്ക് മനസ്സിലായതാണോ? അങ്ങനെ പറയുകയാണെങ്കിൽ കൂടുതൽ അപകടമായി. അപ്പോൾ സഹോദരങ്ങൾ, ഇത് വളരെ ലളിതമാണ് മനസ്സിലാക്കാൻ. അള്ളാഹുവിൻ്റെ റസൂൽ ആഘോഷിക്കണമെന്ന് നമ്മളോട് പറയുകയോ ആഘോഷിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും ഭംഗിയായി അത് ആഘോഷിക്കണം. ഇപ്പം എന്തുകൊണ്ടാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്? അത് സന്തോഷത്തിൻ്റെയും നിങ്ങൾക്ക് ഭക്ഷിക്കാനും കുടിക്കാനും സന്തോഷം പങ്കിടാനുമുള്ള ദിവസമാണെന്ന് പഠിപ്പിച്ചതുകൊണ്ട്. അന്ന് നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങി പെരുന്നാളിന് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒരുങ്ങാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നാൽ നബിദിനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി ഒരു താക്കീത് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് അറിയോ ആ താക്കീത്? ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹ്റ ദുബ്ബിൻ ലദഖൽതുമൂ. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ ഇതര വിശ്വാസങ്ങൾ പേറുന്ന ആളുകളുടെ ചര്യകൾക്ക് പിറകെ നിങ്ങൾ പോകും. അവരൊരു ഉടുമ്പിൻ്റെ മാളത്ത് പ്രവേശിച്ചാൽ അവിടെ പോലും നിങ്ങൾ കയറുന്നു. അപ്പം നമുക്ക് ഒന്നും വേണ്ട, നിങ്ങൾ നമ്മളെ നാട്ടിലൊരു കലണ്ടർ എടുക്കുക, സാധാരണ കലണ്ടർ. അതിലെത്ര ജയന്തി ഉണ്ട്, എത്ര സമാധി ഉണ്ട് നോക്കുക. എന്താ ഈ ജയന്തി എന്ന് പറഞ്ഞാൽ? ജനിച്ച ദിവസം. അതിന് അറബിയിൽ പറയുന്ന പേരാണ് മൗലിദ്. ഒന്ന് മലയാളം, ഒന്ന് അറബി. മറ്റൊന്ന് ആണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് തന്നെയാണ് സമാധി. പക്ഷേ ഇത് ഗുരുതരമാണ്, നമുക്കങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ? മറ്റു പല വികലമായ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ വിശ്വാസങ്ങളുള്ള ആളുകൾക്ക് അവരാരാധിക്കുന്നവരായ സൃഷ്ടികളെ അല്ലേ, സൃഷ്ടി പൂജ അല്ലെങ്കിൽ സൃഷ്ടികളെ ആരാധിക്കുന്ന ആൾക്കാർക്ക് അവരാരെയാണോ ആരാധിക്കുന്നത് അവരുടെ ജന്മദിനം അതൊക്കെ അവർ കൊണ്ടാടുന്നു. എന്നാൽ സത്യവിശ്വാസികൾക്ക് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഖുത്ബയിൽ പ്രത്യേകം സൂചിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം അലൈഹിസ്സലാം 18 മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് വഫാത്താകുന്നത്. അപ്പോൾ അന്ന് സൂര്യഗ്രഹണം ബാധിച്ചപ്പോൾ ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞു? ഇബ്രാഹിം മരണപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് സൂര്യന് ഗ്രഹണം ബാധിച്ചത്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകൻ വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തന്നെ ആളുകളെ തിരുത്തുകയാണ്. എന്താ അപ്പം അങ്ങനെ പറഞ്ഞാലുള്ള കുഴപ്പം? അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ അവരങ്ങനെ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചോ? ഇല്ല, അപ്പോൾ തിരിച്ചു. കാരണം അത് വിശ്വാസപരമായ പ്രശ്നമാണ്. എന്താ പ്രശ്നം? അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്താണ്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് ഗ്രഹണം ഉണ്ടാവും, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഗ്രഹണം നീങ്ങും. അത് പടച്ചോൻ്റെ അടുത്താണ്. അത് തൻ്റെ മകൻ വഫാത്തായത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ തിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ 2 ദൃഷ്ടാന്തങ്ങളാണ്. ലാ യൻഖസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹിമ വലാ ലിഹയാതിഹി. ഒരാളുടെ മരണം കൊണ്ടോ അല്ലെങ്കിൽ ഒരാൾ ജനിച്ചതുകൊണ്ടോ അതിന് ഗ്രഹണം ബാധിക്കൂല. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു അത് ആഘോഷിക്കുന്ന സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള അതിയായ ഇഷ്ടം കൊണ്ടാണ്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, ഹിദായത്ത് കൊടുക്കട്ടെ. പക്ഷെ ഞാൻ ഇതിൽ
വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനും ഹക്ക് മനസ്സിലാക്കാനും വേണ്ടി മാത്രം സംസാരിക്കുകയാണ്. അല്ലാതെ ഇതിൽ ആർക്കെങ്കിലും തർക്കിച്ച് ജയിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവർ ജയിച്ച് അല്ലെങ്കിൽ മറ്റൊരു ജയിച്ച് എന്നുള്ള വിഷയമല്ലത്. ഈ വിഷയം വളരെ മനസ്സിലാക്കാൻ വളരെ ലളിതമാണ്. നമുക്ക് ദീനിലൊരു കാര്യം ചെയ്യണമെങ്കിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിനുള്ള ഇനി തെളിവുകൾ എന്തൊക്കെയാണെന്നറിയാം. അപ്പോൾ ഏതായാലും ഖുറാനിലെ ഹദീസിലൊന്നും തെളിവില്ല. അപ്പം മൈക്ക് ഉപയോഗിക്കണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ മൈക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? നിങ്ങൾ പള്ളിയിൽ കാർപ്പറ്റ് നിസ്കരിക്കില്ല, അന്ന് കാർപ്പറ്റ് ഉണ്ടോ, അപ്പോൾ കാർപ്പറ്റ് ഇടാൻ പറ്റുമോ? ഇതൊക്കെയാണ് അതിനുള്ള തെളിവ്. ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് ഇത് മൈക്കിൽ സംസാരിച്ചാലും ഇനി മൈക്കില്ലാതെ സംസാരിച്ചാലും മൈക്ക് സംസാരിക്കണതിന് പ്രത്യേക പുണ്യം വിചാരിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സംഗതിയല്ല മൈക്ക് സംസാരിക്കാനുള്ളത്. കൂടുതൽ ആൾക്കാർക്ക് കേൾക്കേണ്ട ശബ്ദം അവിടെ എത്തും, അത്രേ ഉള്ളൂ. ഒരു മാധ്യമം, ഒരു ഇത്. അപ്പം നമ്മളുടെ ആദാത്തുമായി ബന്ധപ്പെട്ട സാധാരണ നിലക്കുള്ള ഇന്നത്തെ നിങ്ങളുടെ വസ്ത്രധാരണം, അന്ന് എങ്ങനെയായിരുന്നു വസ്ത്രധാരണം, നിങ്ങൾ കാറ് പോകുന്നില്ല, അന്ന് ഒട്ടകത്തിലല്ലേ പോയിരുന്നു, നിങ്ങൾക്ക് ഒട്ടകത്ത് പോയപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് തർക്കിക്കാം, ഇഷ്ടം പോലെ തർക്കിക്കാം. പക്ഷെ ഈ തർക്കങ്ങൾ പരലോകത്ത് ഉപകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത്രേ ഉള്ളൂ. നമ്മൾ ഇത് ഞാരോടും അല്ല, നമ്മൾ സ്വന്തം ചോദിച്ചു നോക്കുക. നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്തൊരു കാര്യം ഇനി ദീനിൽ കടത്തി കൂട്ടിയ എന്താ അറിയോ? ഗൗരവമാണ്, ഗുരുതരമായ തിന്മയാണ്. അന്ത്യദിനത്തിൽ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുമ്പോൾ ചില ആളുകളെ മാത്രം മാറ്റി നിർത്തപ്പെടും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിനോടുള്ള കാരുണ്യത്തെക്കുറിച്ചിട്ട് ആർക്കും പറയേണ്ട അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്താണ്, അവരെ ഇങ്ങോട്ട് കടത്തി വിടിയെന്ന് പറയും. അപ്പം പറയും, അവർ താങ്കളുടെ ഉമ്മത്തിൽ പെടുന്നില്ല. ലാ തദ്രി മാ അഹ്ദസു ബഅദക. അവിടെ പറയുന്ന കാരണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്താ? താങ്കളുടെ വഫാത്തിന് ശേഷം അവർ ദീനിൽ എന്തെല്ലാം പുതുതായി ഉണ്ടാക്കി എന്ന് താങ്കൾക്ക് അറിയില്ല എന്ന് പറയപ്പെടും. അപ്പം ആരാണെങ്കിലും, ഞാൻ പറയുന്നത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ ജീവിതത്തിൽ ദീനുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്തൊരു കാര്യം ജീവിതത്തിൽ വരാതെ നമ്മൾ നോക്കുക, സൂക്ഷിക്കുക. എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, ഹക്ക് ബോധ്യപ്പെട്ടാൽ അത് നമ്മൾ സ്വീകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നമ്മളെ പഠിപ്പിച്ചത് അവിടുത്തെ സുന്നത്ത് പിന്തുടർന്ന് ജീവിക്കാനാണ്. അതാണ് അലൈക്കും ബി സുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു. ആ സുന്നത്തിൽ ജീവിച്ചാൽ വിജയം ഉണ്ടാവും ആരാണെങ്കിലും. അള്ളാഹു നമ്മേവരെയും അവിടുത്തെ സുന്നത്ത് പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല അഅലം.